ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ജൂൺ 26 സുരേഷ് ഗോപിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ച പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണല്ലോ. JSK ഈ ആഴ്ച ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന സുരേഷ് ഗോപിയുടെ സിനിമയാണ്. അവസാന നിമിഷം ലീഗൽ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയുടെ റിലീസ് മാറ്റിയതോടെ നാളെ സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ അപ്ഡേറ്റുകൾ വരുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ SG അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സിനിമ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയാണല്ലോ. ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന സിനിമയുടെ ജന്മദിന സ്പെഷ്യൽ ഒരു അപ്ഡേറ്റ് ആണ് നാളെ പ്രതീക്ഷിക്കുന്നത്. സാധാരണ നാളെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് വരുമെന്നൊരു അപ്ഡേറ്റ് ഇന്ന് ദിവസം വരേണ്ടതാണ്. നിലവിൽ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം നാളെ സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾ കാണുവാനായിട്ട്. റെയ്ഡ് 2 എന്ന സിനിമയ്ക്ക് ശേഷം ഈ വർഷം അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന സിനിമയാണ് സൺ ഓഫ് സർദാർ 2 എന്ന സിനിമ. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ജൂലൈ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ അജയ് ദേവ്ഗൺ നിർമ്മിക്കുന്ന ഒരു സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അത് കാജോൾ നായികാവേഷത്തിലെത്തുന്ന മാ എന്ന സിനിമയാണ്. ചിത്രം ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. അതിലുപരി അജയ് ദേവ്ഗണിന്റെ തന്നെ ഷെയ്ത്താൻ എന്ന സിനിമയുടെ യൂണിവേഴ്സിൽ പെടുന്ന സിനിമ കൂടിയാണ് മാ എന്നാണ് റിപ്പോർട്ട്. അടുത്ത ആഴ്ച ജൂലൈ 4 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ പുതിയ സിനിമയാണ് ധീരൻ. സിനിമയുടെ അഭിമുഖങ്ങൾ, പ്രൊമോഷൻസ് എല്ലാം തന്നെ നടന്നു വരികയാണ്. മികച്ചൊരു താരനിര ഭാഗമായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദേവദത്ത് ഷാജി എന്ന നവാഗത സംവിധായകനാണ്. ഭീഷ്മപർവം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ദേവദത്ത് ഷാജി. സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. രജനീകാന്ത് നായകനായി എത്തുന്ന ലോകേഷിന്റെ കൂലി ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇന്ന് സിനിമയിലെ അനിരുദ്ധിന്റെ ചികിട് എന്ന പേരിൽ വന്ന മ്യൂസിക് വീഡിയോ ഗാനത്തിന് 2 അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു സ്ലോ പേസ് അനിരുദ്ധിന്റെ കമ്പോസ് കൂടിയാണ് ഈ ഗാനത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ ദിവസം ഷൂട്ട് ആരംഭിക്കപ്പെട്ട പള്ളിച്ചട്ടമ്പി അപ്ഡേറ്റ് ആണ്. ടൊവിനോ, കയാദു ലോഹർ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഡിജോ ജോസ് ആന്റണി ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമ കൂടിയായ പള്ളിച്ചട്ടമ്പിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 1957 കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ കൂടിയാണ് പള്ളിച്ചട്ടമ്പി എന്നും ആദ്യ ഷെഡ്യൂളിൽ സിനിമയ്ക്ക് തൊടുപുഴ കാനാറിൽ 40-ലധികം ദിവസത്തെ ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. ഇനി വീഡിയോയിലെ അവസാന അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ എക്കാലത്തെയും ഏറ്റവും വലിയ താരമാണല്ലോ ലാലേട്ടൻ. കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ മാത്രം ലാലേട്ടനെ തേടി ഒരുപാട് പുതിയ തലമുറയിലെ പ്രൊഡക്ഷൻ ഹൗസും സംവിധായകരും എഴുത്തുകാരെല്ലാം തന്നെയാണല്ലോ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആഷിഖ് ഉസ്മാനോടൊത്തുള്ള ലാലേട്ടൻ്റെ ഏറ്റവും പുതിയൊരു ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ഈ കോംബോയിലും ഒരു പ്രൊജക്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. തല്ലുമാല, അഞ്ചാം പാതിര, അഡിയോസ് അമിഗോ തുടങ്ങിയ നിരവധി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ആഷിഖ് ഉസ്മാൻ. ആഷിഖ് ഉസ്മാൻ ലാലേട്ടനോട് ഒരു കഥയുടെ ഡിസ്കഷൻസ് നടത്തിയെന്നൊരു റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ കോംബോയിലും സിനിമ വരട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കുക കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.